ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ലീനൂസ് കിച്ചൻ. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു നാടൻ ഡിഷാണ്, ഒരു ഒഴിച്ചുകറി എന്നൊക്കെ പറയാം. ഇത് വൻപയറും മത്തങ്ങയും കൂടെ ഇട്ടിട്ട് ഒരു കറിയാണ്, അതായത് വൻപയറും മത്തങ്ങ എരിശ്ശേരി. അപ്പോൾ ഇത് സിമ്പിളായിട്ട് എങ്ങനെ നമുക്ക് ഉണ്ടാക്കാമെന്ന് കാണിക്കാൻ പോവാം ഞാൻ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇവിടെ 1 കപ്പ് വൻപയർ എടുത്തിട്ടുണ്ട്. ഇത് ഒരു 4 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തിട്ട് വേണം എടുക്കാൻ. ഇപ്പം നിങ്ങൾ കുതിർക്കാൻ മറന്നുപോയെങ്കിൽ നിങ്ങൾ ഒരു 1-2 മണിക്കൂർ, 1 മണിക്കൂർ മതിയാവും, ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചാൽ മതി. അപ്പോഴത്തേക്കും ഇത് ഇച്ചിരി വീർത്ത് നമുക്ക് ഈ പരുവത്തിൽ കിട്ടും. അപ്പോൾ ഇത് ഞാൻ ഒരു പ്രഷർ കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. 1 കപ്പ് വൻപയറാണ്. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒത്തിരി ഒഴിച്ചു കൊടുക്കല്ലേ, ഈ പയർ മുങ്ങിക്കിടക്കുന്ന അത്രയും വെള്ളം മതിയാവും. പിന്നെ ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇത് നമുക്ക് വേവിക്കാൻ വെക്കാം. അപ്പോൾ എനിക്ക് ഇവിടെ ഒരു വിസിലാണ് മീഡിയം ഫ്ലെയിമിൽ കണക്ക്. അപ്പൊ നിങ്ങൾ ഒരു വിസിൽ കഴിഞ്ഞിട്ട് നോക്കാം. ചിലർക്കൊക്കെ 3-4 വിസിലൊക്കെ വേണ്ടി വരും കേട്ടോ. അപ്പോൾ ഒരു വിസിൽ കഴിഞ്ഞിട്ടോ 2 വിസിൽ കഴിഞ്ഞിട്ട് തുറന്നു നോക്കുക അത് വെന്തോന്ന്. അപ്പോൾ നമ്മുടെ വൻപയർ ഒരു വിസിൽ അടിച്ചു. അപ്പൊ ഞാൻ തുറന്നു നോക്കാൻ പോവാണ് ഇത് വെന്തോ ഇല്ലയോ എന്ന്. അപ്പോൾ നമ്മുടെ പയർ കറക്റ്റ് വെന്തിട്ടുണ്ട്. ഒറ്റൊരു വിസിലേ അടിച്ചുള്ളൂ കേട്ടോ. വെന്തിട്ടുണ്ട്, ആവശ്യത്തിനുള്ള വെള്ളമുണ്ട്. അപ്പം ഞാൻ ഇനി ഇതിലേക്ക് മത്തങ്ങ ചേർക്കാൻ പോവാണ്. അപ്പം ഞാനിവിടെ 1/2 കിലോ മത്തങ്ങ എടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് മീഡിയം സൈസ് പീസിൽ ഇങ്ങനെ കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. അപ്പോൾ ഇതിന് ഓൾറെഡി വെള്ളമുണ്ട്, ഇത്രയും വെള്ളത്തിൻ്റെ ആവശ്യമുള്ളൂ. ഇനി കൂടുതൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇനി ഈ മത്തങ്ങയും കൂടെ ഇട്ടിട്ട് നമുക്ക് ഇത് വേവിച്ചെടുക്കാം. അപ്പോൾ ഇച്ചിരി വലിയ പീസായിട്ട് കിടന്നാലും കുഴപ്പമില്ല, കാരണം പിന്നെ അത് വെന്ത് കഴിയുമ്പോൾ അത് ഉടയ്ക്കാനുള്ളതാണ്. അപ്പോൾ ഞാനിവിടെ കുക്കർ അടച്ചു വെച്ചിട്ടുണ്ട് വേവിക്കാനായിട്ട്. അപ്പോൾ ആ മത്തങ്ങ വേവുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങ അരച്ചെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 1 കപ്പ് തേങ്ങയും 1/4 ടീസ്പൂൺ ജീരകവും പിന്നെ കുറച്ച് വെള്ളവും കൂടെ എടുത്തിട്ട് ഇത് നല്ലൊരു പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ അരച്ചെടുക്കണം. അപ്പോൾ അത് അരച്ച് മാറ്റി വെക്കാം. അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മുടെ മത്തങ്ങയും ഒറ്റൊരു വിസിൽ മതിയെ. മത്തങ്ങ ഇട്ട് കഴിഞ്ഞതിന് ശേഷം, അപ്പോൾ ഒറ്റ വിസിൽ അടിച്ചതിന് ശേഷം ഞാനിപ്പോൾ തുറന്ന് നോക്കുവാണ്. അപ്പോൾ അത് മത്തങ്ങയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഒരു സ്പൂൺ വെച്ചിട്ട് തന്നെ അതിങ്ങനെ ഉടച്ചു കൊടുത്താൽ മതി. നിങ്ങൾക്ക് അത് ഒത്തിരി അങ്ങ് ഉടയ്ക്കണ്ടെങ്കിൽ ഉടയ്ക്കേണ്ട ആവശ്യമില്ല. പക്ഷേ എനിക്കത് ഇച്ചിരി ഉടച്ച് ഒരു ഗ്രേവി പോലെ ഇരിക്കുന്നതാണ് ഇഷ്ടം. പിന്നെ ഇത് ഇച്ചിരി പഴുത്ത മത്തങ്ങയാണ് കേട്ടോ. അപ്പോൾ ഇതിന് കുറച്ച് നല്ല മധുരവും ഉണ്ട്. പക്ഷെ എന്നാലും അത്രയ്ക്ക് അങ്ങോട്ട് മധുരമൊന്നും ഇല്ല കേട്ടോ. ആവശ്യത്തിനുള്ള, എരിശ്ശേരിക്ക് ആവശ്യത്തിനുള്ള ഒരു പഴുത്ത മത്തങ്ങയായിരുന്നു ഇത്. അപ്പോൾ ഇത് നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ച തേങ്ങയുടെ പേസ്റ്റും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട്. അപ്പോൾ നമ്മുടെ തേങ്ങ അരപ്പിട്ടതെല്ലാം തിളച്ച് വന്നിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് തീ ഓഫ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വെക്കാം. എന്നിട്ട് വേറൊരു പാൻ എടുക്കാം. അപ്പോൾ വേറൊരു പാൻ എടുക്കുമ്പോൾ ഇച്ചിരി വലിയ പാത്രം വേണം എടുക്കാൻ, കാരണം അല്ലെങ്കിൽ ഇത് തെറിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള പാത്രം നിങ്ങൾ എടുക്കാം. ഓക്കെ, എന്നിട്ട് ഒരു നോൺ സ്റ്റിക്ക് പാൻ എടുക്കുന്നതായിരിക്കും നല്ലത്. നോൺ സ്റ്റിക്ക് പാൻ എടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഇതിൽ കൂടുതൽ തന്നെ ഒഴിക്കണം, കാരണം എന്നാലേ നമ്മുടെ എരിശ്ശേരിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ ഇവിടെ ഇപ്പോൾ തണുപ്പൊക്കെ ആയി വന്നുകൊണ്ടാണ് ഈ എണ്ണ ഇങ്ങനെ ഇരിക്കുന്നത്, കട്ട പിടിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എണ്ണ ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കടുക് പൊട്ടി തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് 4 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാനിവിടെ വേറൊരു സാധനവും ചേർക്കുന്നുണ്ട്, അതായത് 1/2 ടീസ്പൂൺ ഉഴുന്നും കൂടെ ചേർക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടം അല്ലെങ്കിൽ ചേർക്കണ്ട. പക്ഷെ നല്ലൊരു ഫ്ലേവറാണ് അല്ലെങ്കിൽ ടേസ്റ്റ് ആണ് ഇത് ചേർക്കുമ്പോൾ. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1.5 കപ്പ് ചിരണ്ടിയ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ എടുത്ത അളവിന് ഇത് കറക്റ്റ് ആവും. പിന്നെ നിങ്ങൾക്ക് ഒത്തിരി തേങ്ങ വേണ്ടെങ്കിൽ 1 കപ്പ് ചേർത്താൽ മതി. എനിക്ക് തേങ്ങയുടെ ടേസ്റ്റ് ഇഷ്ടമാണ്. അപ്പോൾ ഞാനിവിടെ 1.5 കപ്പ് തേങ്ങ ചേർത്തിട്ട് നമുക്കിത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വറുത്തെടുക്കാം. അപ്പോൾ ഇത് ഇളക്കിക്കൊണ്ടിരിക്കാൻ മറക്കല്ല, അല്ലെങ്കിൽ കുറച്ച് സ്ഥലത്ത് ബ്രൗൺ ആവും, കുറച്ച് സ്ഥലത്ത് വെളുത്തിരിക്കും. അപ്പോൾ അത് കണ്ടിന്യൂസ്ലി ഇളക്കിക്കൊണ്ടിരിക്കുക മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട്. അപ്പോൾ ഇതിൻ്റെ കളറ് കുറച്ചൊന്ന് മാറി ബ്രൗൺ ആവാൻ തുടങ്ങുമ്പോൾ ഫ്ലെയിം ലോയിൽ വെച്ചിട്ട് വേണം പിന്നെ വറുത്തെടുക്കാൻ. അപ്പോൾ അതാ ഇപ്പോൾ കളറൊക്കെ മാറി കുറച്ച്
മാറി തുടങ്ങിയിട്ടുണ്ട്. കളർ കംപ്ലീറ്റ്ലി മാറി ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇത് ഫ്ലെയിം കുറച്ചിട്ട് വേണം ഇനി വറുക്കാൻ. അപ്പോൾ ഇത് നന്നായിട്ട് റോസ്റ്റ് ആയി വന്നിട്ടുണ്ട്. കളറൊക്കെ മാറി ബ്രൗൺ കളർ ആയിട്ടുണ്ട്. അപ്പോൾ വെളുത്ത നിറം ഒന്നും കാണുന്നില്ല, ഫുൾ കംപ്ലീറ്റ്ലി കളർ മാറി. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച പയറും മത്തങ്ങയും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇത് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക, നന്നായിട്ട് ഒന്ന് യോജിപ്പിക്കുക. അപ്പോൾ ഇത് കുറച്ച് നേരം ഇനി ഒന്ന് കിടന്നൊന്ന് തിളയ്ക്കണം. ആ അരപ്പും നമ്മുടെ വൻപയറും തേങ്ങയും കൂടെ എല്ലാം കിടന്ന് നന്നായിട്ടൊന്ന് മിക്സായി വരണം. അപ്പോൾ ഒരു ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് നമ്മളിങ്ങനെ കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ എരിശ്ശേരി. ഇത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാം. പേരൊക്കെ കേൾക്കുമ്പോൾ തോന്നുമോ ഭയങ്കര പണിയാണ്. വലിയ പണിയൊന്നുമില്ല കേട്ടോ. തേങ്ങ ചിരണ്ടി എടുക്കേണ്ട ആ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. പിന്നെ ഇവിടെയൊക്കെ ഇപ്പോൾ തേങ്ങ ചിരണ്ടി കിട്ടുമല്ലോ, അപ്പോൾ അതും ഒരു പണിയല്ല. പിന്നെ ഞാനിവിടെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വേറൊരു സാധനം കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ ഞാനിതിൽ. അതും ഓപ്ഷണലാണ്. ഞാൻ പറഞ്ഞ പോലെ മത്തങ്ങ ഒത്തിരി പഴുത്തതല്ലെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ചേർത്തിട്ടുണ്ട്. അതും കൂടെ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അതും ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഷുഗർ വേണ്ടെങ്കിൽ ചേർക്കണ്ട. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇതാ അടിപൊളിയല്ലേ? ആ പയറും മത്തങ്ങയൊക്കെ കിടന്ന് നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഇത് ചോറിൻ്റെ കൂടെ ഇങ്ങനെ ഒഴിച്ച് കൂട്ടി കഴിക്കാൻ അടിപൊളി ടേസ്റ്റാട്ടോ. അപ്പോൾ എല്ലാവരും ഈ വൻപയർ മത്തങ്ങ എരിശ്ശേരി ട്രൈ ചെയ്യുക. ചോറിൻ്റെ കൂടെ ട്രൈ ചെയ്യണം. ചൂടോടെ ചോറിൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളിയാണ്. അപ്പോൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കല്ലേ. അപ്പോൾ ഇനി വേറെ പുതിയൊരു റെസിപ്പിയുമായിട്ട് വരുന്നവരെ ടേക്ക് കെയർ, ബൈ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് ലീനോസ് കിച്ചൺ.